ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 4ാം ക്ലാസ്സിൻ്റെ മസായിലുൽ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പർ, ഹാഫ് ഇയർലി ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 6 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഹാഫ് ഇയർലി എക്സാം നടത്തുന്നതിൻ്റെ മറ്റൊരു ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മസായിലുൽ ഫിഖ്ഹിൻ്റെത്. അപ്പോൾ ഇത് എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആദ്യമായിട്ട് എടുത്ത് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എത്ര ചാപ്റ്റർ ഉൾപ്പെട്ടതാണ് എന്നൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തണം. കുളിയുടെ ഫർളാണ് എന്ത് എന്നാണ്. അപ്പോൾ ഇവിടെ ബിസ്മി ചൊല്ലൽ, ഔറത്ത് മറക്കൽ, ഇതൊക്കെ കുളിയുടെ സുന്നത്താണ്. നിയ്യത്ത് ചെയ്യലാണ് കുളിയുടെ ഫർള്. കുളിയുടെ ഫർളുകൾ 2 എണ്ണമാണ്. 1 നിയ്യത്ത്, 2 ശരീരം മുഴുവനും വെള്ളം എത്തിക്കൽ. അപ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? ഉളൂ മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. അപ്പോൾ ഇവിടെ തൂങ്ങി ഉറക്കം, സംസാരം, മൂത്രിക്കൽ. എന്താണ്? മൂത്രിക്കലാണ്. മുൻതോരത്തിലൂടെയോ പിൻതോരത്തിലൂടെയോ മനിയില്ലാത്ത വല്ലതും പുറപ്പെടലെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ മൂത്രിക്കൽ. തൂങ്ങി ഉറക്കവും സംസാരവും ഒന്നും ഉളൂ മുറിയുന്ന കാര്യമല്ല. അടുത്തത് നിസ്കരിക്കൽ ഹറാമാണ്. ആരാണ് നിസ്കരിക്കൽ ഹറാമുള്ള? ഹയലുള്ളവർ നിസ്കരിക്കൽ. ഹയലോ നിഫാസോ ഉള്ള സമയത്ത് നിസ്കാരം ഹറാമാണ്. പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ അടയാളപ്പെടുത്താം. ഈമാനിൽ പെട്ടതാണ്. എന്താണ് ഈമാനിൽ പെട്ടത്? വൃത്തി ഈമാനിൻ്റെ പാതിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൃത്തി ഈമാനിൻ്റെ പാതിയാണ്. അപ്പോൾ ഈമാനിൽ പെട്ടത് വൃത്തിയാണ്. ഉളൂയിൽ തടവേണ്ട അവയവം തലയാണ്. തല തടവണം, ചെവി തടവണം. അപ്പോൾ ഇവിടെ ചെവി ഇല്ല. അപ്പോൾ ചെവി ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തടവേണ്ട അവയവങ്ങളും കഴുകേണ്ട അവയവങ്ങളും മനസ്സിലാക്കുക. മുഖം, കൈ ഇതൊക്കെ കഴുകേണ്ട അവയവങ്ങളാണ്. വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ, അതും മുഖം, കൈ, കാല് ഇതൊക്കെ വെള്ളം ഒലിപ്പിക്കേണ്ടത് തടവേണ്ട അവയവങ്ങൾ. അപ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കണം. അടുത്തത് സ്വയം ശുദ്ധിയുള്ള വെള്ളമാണ്. എന്താണ് സ്വയം ശുദ്ധിയുള്ളത്? തൊഹൂറായ വെള്ളം. സ്വയം ശുദ്ധിയുള്ളത് തൊഹൂറായ വെള്ളമാണ്. മറ്റൊന്ന് ചേർന്ന് ശുദ്ധിയുള്ളതും എന്നാൽ ശുദ്ധീകരണത്തിന് പറ്റാത്ത വെള്ളം, തോഹിർ, ജ്യൂസ്, ചായ പോലെ. പിന്നെ നജസ് ചേർന്ന വെള്ളം. അപ്പം അത് മനസ്സിലാക്കണം. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താ വന്നത് നമുക്ക് മാച്ച് ചെയ്യാൻ? നമുക്ക് വജ്ജഹത്തു, സുജൂദിലെ ദിക്റ്, റുക്കൂയിലെ ദിക്റ്, റുക്കൂയിൽ എഴുത്തിദാലിലെ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്യാനാണ് വന്നത്. ഇതുപോലെ തന്നെ ഇവിടെ തന്നിട്ട് നമ്മൾ അർത്ഥവും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതും മാച്ച് ചെയ്യാൻ വരാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിൻ്റെയൊക്കെ അർത്ഥവും മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇവിടെ വമഹിയായ വമമാത്തി, അതിൻ്റെ ബാക്കി എന്താണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. പിന്നെ അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തുഹൂറ, ഉളൂവിൻ്റെ ദിക്റ്, ഉളൂവിൻ്റെ ശേഷമുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം. അടുത്തതാ അല്ലാഹുമ്മ ജഅൽനി മിനത്തവാബീന. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പോൾ അതിൻ്റെ സി. അപ്പോൾ ഇതുപോലെ ദിക്റുകളിൽ നിന്നും ദുആകളിൽ നിന്നും ഏതും വരാം, അത് മാറി വരാം. അപ്പോൾ അത് ആ രീതിയിൽ ദിക്റും ദുആ ഒക്കെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് ബാക്കി എഴുതാൻ കഴിയുള്ളൂ. അതിൻ്റെ അർത്ഥം എഴുതാൻ വന്നാൽ അത് എഴുതാൻ കഴിയണം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താ വന്നത്? ഉളൂയിൽ 2 ഡാഷ് ഉള്ളും പുറവും തടവണം. എന്താണ്? ഉളൂയിൽ 2 ഉള്ളും പുറവും തടവണം. എന്ത്? ചെവിയാണ്. ചെവി ഉള്ളും പുറവും തടവണം. അപ്പോൾ അത് എഴുതണം. അടുത്തതാ മുൻകൈയിൻ്റെ ഡാഷ് കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊട്ടാൽ ഉളൂ മുറിയും. എന്തുകൊണ്ടാണ് ഡാഷ് ഉള്ളിടത്ത് എന്താ എഴുതുക? പള്ള, മുൻകൈയിൻ്റെ പള്ള കൊണ്ട്. അപ്പോൾ ഇവിടെ പള്ള എന്ന് എഴുതി കൊടുക്കണം. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊട്ടാൽ ഉളൂ മുറിയും. ഇനി ഇഴജന്തുക്കളുടെ ഡാഷിൽ വിസർജിക്കാൻ പാടില്ല. എന്താണ്? മാളത്തിൽ വിസർജനം കറാഹത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
മാളത്തിൽ വിസർജിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് വിസർജനം കറാഹത്തുള്ള ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ. തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ, ഭക്ഷണ സാധനങ്ങൾ, ഖബറിൻ്റെ മുകളിൽ, പരിസരത്ത്, ഇഴജന്തുക്കളുടെ മാളത്തിൽ, കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും ഒന്നും വിസർജനം പാടില്ല. അപ്പോൾ അതാണ് വന്നത്. അപ്പോൾ അതുപോലെ മറ്റുള്ള ഓപ്ഷൻ വെച്ചിട്ട് വരാം, മനസ്സിലാക്കുക. അടുത്തത് നിസ്കാരം കളാ ആക്കൽ ഡേഷാണ്. എന്താണ് നിസ്കാരം കളാ ആക്കൽ? വലിയ പാപമാണ്. അപ്പോൾ അവിടെ വിട്ട ഭാഗത്ത് വലിയ പാപമാണ് എന്ന് എഴുതണം, വലിയ പാപം. അടുത്തത് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലണം. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അപ്പോൾ റുക്കോയിലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. അപ്പോൾ അതുപോലെ നമ്മൾ മറ്റ് ദിക്റൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം, മനസ്സിലാക്കാം. അടുത്തതാ അല്ലാഹുമ്മ ഇന്നി ഡേഷ് മിൻ അദാബിൽ ഖബർ. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. അപ്പോൾ ഇവിടെ ഇന്നി അഊദു ബിക എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റ് ലഫ്ലുകൾ വരാം. അമിൻ ഫിത്നത്തി ഡേഷ് വമമാത്തി, അമിൻ ഫിത്നത്തി മഹിയ വൽ മമാത്തി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എഴുതുന്നതും വരാം. മുഖദ്ദിമു വാന്തൽ മഹിറു, നീ ഡേഷ് എന്താണ്? നീയാണ് മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും. അപ്പം അങ്ങനെയൊക്കെ എഴുതാൻ മനസ്സിലാക്കി പഠിക്കാം. അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് എവിടെ? കുളിയുടെ സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് തലയിലാണ്. തലയിൽ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് തലയിൽ, പിന്നീട് വലത് ഭാഗത്തും പിന്നീട് ഇടത് ഭാഗത്തും. അപ്പോൾ ആദ്യം തലയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഉളൂയിൽ മുഴുവൻ തടവേണ്ട അവയവം ഏത്? ഉളൂയിൽ മുഴുവൻ തടവേണ്ട അവയവം ഏതാണ്? തലയാണ്. തല മുഴുവനും തടവുക എന്നാണ് പഠിച്ചത്. ഉളൂയിൽ തല മുഴുവനും തടവുക. അപ്പോൾ ഉളൂയിൽ തടവേണ്ട അവയവം മുഴുവൻ തടവേണ്ടത് തലയാണ്. ഉള്ളും പുറവും തടവേണ്ടത് ചെവിയാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഉളൂ മുറിയാത്ത ഒരു അവയവം നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഉളൂ മുറിയാത്ത അവയവമാണ് പല്ല്, മുടി, നഖം. പല്ല്, മുടി, നഖം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. അടുത്ത കുളിക്ക് എത്ര ഫർളുകളുണ്ട്? കുളിക്ക് 2 ഫർളുകളുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എങ്ങനെങ്കിലും അതിന്നൊരു ചോദ്യം ഏത് രീതിയിലും വരാം. കുളിയുടെ ഫർളുകൾ എഴുതണം. കുളിയുടെ ഫർളുകളിൽ രണ്ടാമത്തത് ഏതെന്ന് വെച്ചാൽ എഴുതാൻ വരും. കുളിയുടെ ഫർളിൽ ഒന്നാമത്തത് ഏതാണെന്ന് ചോദിച്ചാൽ എഴുതാനും ടിക്ക് ചെയ്യാനൊക്കെ വരാം. കുളിയുടെ ഫർളുകൾ എത്രയെന്ന് ചോദിച്ചാൽ എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അടുത്ത വിസർജനം പാടില്ലാത്ത ഒരു സ്ഥലം നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലേ? വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങൾ. വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പൊതുവഴി, വിശ്രമസ്ഥലം, പുഴ, കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വിസർജിക്കരുത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാം. നമ്മൾ വിസർജനം പാടില്ലാത്തത് സ്ഥലങ്ങളും പിന്നെ പറഞ്ഞ് അതുപോലെ തന്നെയാണ് പൊതുവഴി, വിശ്രമസ്ഥലം, പുഴ, കുളം തുടങ്ങിയ സ്ഥലങ്ങളൊന്നും വിസർജിക്കുക. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് എഴുതാം. അടുത്തത് അത് ദീനിൻ്റെ തൂണാണ്. ഏതാണ് ദീനിൻ്റെ തൂണ്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ശാപനിമിത്തമായ 2 കാര്യങ്ങൾ ഏവ? അത് നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൻ്റെ കൂടെയും പറഞ്ഞതാണ്. ശാപനിമിത്തമായ 2 കാര്യങ്ങളാണ് ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ ശാപനിമിത്തമായ 2 കാര്യങ്ങളാണ്. അടുത്ത അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹി. ഈ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞു. ഏത് കർമ്മമാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം എന്താ പറഞ്ഞത്? നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. ഈ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. ഇനി 2 കുല്ലത്ത് വെള്ളത്തിൽ നജസ് വീണാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. എപ്പോഴാണ് 2 കുല്ലത്ത് വെള്ളത്തിൽ നജസ് വീണാൽ അത് ശുദ്ധീകരണത്തിൽ പറ്റില്ല? 2 കുല്ലത്ത് വെള്ളമുണ്ട്. അപ്പോൾ അത് നജസിൻ്റെ നിറം, മണം, രുചി ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർന്ന് ആ വെള്ളത്തിന് ഗുണവ്യത്യാസം വന്നാൽ
ആ വെള്ളം ശുചീകരണത്തിന് പറ്റില്ല. അത് 2 കൊല്ലത്ത് ഉണ്ട്, നജസ് വീണ് നിറം, മണം, രുചി ഇവയൊന്നും മാറിയിട്ടില്ലെങ്കിൽ അത് ശുദ്ധീകരണത്തിന് പറ്റും. എന്നാൽ 2 കൊല്ലത്തിൽ കുറവുള്ളതിൽ നജസ് വീണാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. അപ്പോൾ ഇവിടെ കൂടുതലുള്ളതിൽ ശുദ്ധീകരണത്തിന് പറ്റും, എന്നാൽ അത് നജസ് കലർന്ന് നിറത്തിനോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം സംഭവിച്ചാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം അവിടെ. അടുത്ത ഉളൂയിൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്താണ് ഉളൂയിൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് ഉളൂയിൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത്. നിസ്കാരത്തെ ഹലാലാക്കാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. എപ്പോഴെന്ന് വെച്ചാൽ മുഖം കഴുകുമ്പോഴാണ് കഴുകേണ്ടത്, അത് മനസ്സിലാക്കണം. അടുത്ത വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്തായിരുന്നു? ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഹറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന. ഇതൊക്കെ ആ ചോദ്യത്തിലും നേരത്തെ ചോദ്യപേപ്പറിലും വന്നതാണല്ലേ. ഓക്കെ, ഇനിയാ നിർബന്ധമായ കുളിക്ക് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? നിർബന്ധമായ കുളി, ഫർളായ കുളി, അതിന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിർബന്ധമായ കുളിയാണെങ്കിൽ എന്താണ്? നിർബന്ധമായ ഫർള് കുളി ഞാൻ നിർവഹിക്കുന്നു. നിർബന്ധമായ കുളിയാണെങ്കിൽ ഫർളായ കുളി ഞാൻ കുളിക്കുന്നു, ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കണം. അത് സുന്നത്തായ കുളിയാണെങ്കിലോ, ജുമയുടെ സുന്നത്ത് കുളിയാണെങ്കിൽ ജുമയുടെ സുന്നത്ത് കുളി ഞാൻ നിർവഹിക്കുന്നു. പെരുന്നാളിൻ്റെ സുന്നത്ത് കുളിയാണെങ്കിൽ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി ഞാൻ നിർവഹിക്കുന്നു. അങ്ങനെയാണ് സുന്നത്ത് കുളിയുടെ നിയ്യത്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിർബന്ധമായ കുളി എന്നുള്ളതിന് പകരം പെരുന്നാളിൻ്റെ സുന്നത്ത് കുളിക്ക് എങ്ങനെ നിയ്യത്ത് ചെയ്യണം, ജുമയുടെ സുന്നത്ത് കുളിക്ക് എങ്ങനെ നിയ്യത്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കത് എഴുതാൻ കഴിയണം. അടുത്തത് മലമൂത്ര വിസർജനം പാടില്ലാത്ത 4 സ്ഥലങ്ങൾ. നമുക്ക് ആ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് വരികയാണ് അല്ലേ. മലമൂത്ര വിസർജനം പാടില്ലാത്ത 4 സ്ഥലങ്ങൾ: ഖബറിൻ്റെ മേലെ, ഭക്ഷണ സാധനങ്ങളുടെ മേലെ, തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ, മാളങ്ങളിൽ, കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും. അപ്പം അതിന്ന് 4 എഴുതുക. അടുത്തതാ മരക്കൊമ്പിൽ നിന്ന് ഇലകൾ കൊഴിയുന്നത് പോലെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ആരുടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിലെ ഇലകൾ കൊഴിയുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന്. അപ്പോൾ മരക്കൊമ്പിൽ നിന്ന് ഇലകൾ കൊഴിയുന്നത് പോലെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ആരുടെയെന്ന് വെച്ചാൽ അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ. അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ. ഇത് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? അബൂദർ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മനസ്സിലാക്കട്ടാ. അടുത്തത് 5 വരി കുറയാതെ എഴുതാനാണ്. വെള്ളം ശുദ്ധീകരണം. 5 വരി കുറയാതെ എഴുതാൻ വെള്ളവും ശുദ്ധീകരണവും. നമ്മളെ 1-ാമത്തെ പാഠം മാ തൊഹൂർ എന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. തൊഹൂറായ വെള്ളം, തോഹിറായ വെള്ളം, മുത്തനജിസായ വെള്ളം. ഇങ്ങനെ വെള്ളങ്ങൾ 3 ഇനമാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം. കിണറിലെ വെള്ളം, കുളത്തിലെ വെള്ളം, പുഴയിലെ വെള്ളം, ഇങ്ങനെ തൊഹൂറായ വെള്ളങ്ങളാണ് ഇതൊക്കെ. തോഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് കഴിയില്ല. ഉദാഹരണം മുന്തിരി ജ്യൂസ്, ചായ പോലൊക്കെ. അത് കുടിക്കാൻ പറ്റും, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റില്ല. നജസ് വീണ വെള്ളമാണ് മുത്തനജിസ്. അത് കുടിക്കാനും കുളിക്കാനും ഒന്നിനും പറ്റൂല. നജസ് വീണ കുളത്തിലെ വെള്ളം അത് 2 കൊല്ലത്തോ അതിലധികമോ ഉണ്ടെങ്കിൽ ശുദ്ധീകരണത്തിന് പറ്റും. എന്നാൽ അത് നജസ് വീണ് രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം സംഭവിച്ചാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ശുദ്ധീകരണത്തെ കുറിച്ചിട്ട് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനി നമുക്കിവിടെ കുളിയിലെ സുന്നത്തുകളാണ് വന്നത്. അപ്പോൾ അത് നമ്മളെ പാഠത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. കിബിലക്ക് മുന്നിടുക, ഉറത്ത് മറയ്ക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്തോട് ബിസ്മി ചൊല്ലി ഉളൂ ചെയ്യുക. ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ അതേ നിയ്യത്തും
ചെയ്യുക. ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിള്, ചെവി, ചൊക്കിച്ചിളിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ ചൊല്ലുക തുടങ്ങിയവ സുന്നത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുളിയിലെ സുന്നത്തുകൾ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ മറ്റേ ചോദ്യപേപ്പറിൽ ബാക്കി ഓരോ പാഠത്തുനിന്നും എന്തൊക്കെ പഠിക്കണം എന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിൽ മാറിപ്പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.